യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 77-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. നമ്മളെ നടത്തുന്ന കർത്താവിൻ്റെ മുന്നിൽ, നമ്മളോടൊപ്പമായിരിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങൾ അവിടുത്തോട് അറിയിച്ചാൽ, അവിടുന്ന് കേൾക്കത്തക്കവണ്ണം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ ആ ദൈവം നമ്മളെ വഴി നടത്തും. ആ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും. ആ ദൈവം സ്നേഹസമ്പന്നനായ ഒരു പിതാവാണ്. ജീവനുള്ള കർത്താവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ആ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ നിരന്തരം പറയാം. ആ ആവശ്യങ്ങൾ സാധിച്ചു തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ ദൈവവുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി നമുക്ക് മാറാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ദൈവാനുഗ്രഹം നിങ്ങളിൽ നിറയട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തോട് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ സർവശക്തനും സർവാധിപനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.